ഒട്ടും തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല എന്നാണ്. വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അതാത് രാഷ്ട്രങ്ങളിലെ നിയമങ്ങളും സംവിധാനങ്ങളും വെച്ചുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ തക്ക രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നമ്മുടെ രാജ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതെല്ലാം കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ദോഹയും കേരള സാഹിത്യ അക്കാദമിയും ചേർന്ന് അക്ഷരപ്രവാസം 2014 എന്ന പേരിൽ ദോഹയിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ക്യാമ്പയിനുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ 21 അവസാനിക്കും. കേരളത്തിലെ പ്രഗത്ഭരായ സാഹിത്യ നായകന്മാർ നേതൃത്വം നൽകുന്ന ക്യാമ്പ് ഈ മാസം 24, 25, 26 തീയതികളിൽ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിൽ നടക്കും. കഥാകൃത്തും നോവലിസ്റ്റുമായ മുകുന്ദൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് അക്ബർ കക്കട്ടിൽ, അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ PK പാറക്കടവ്, ജോസ് പനച്ചിപ്പുറം എന്നീ പ്രമുഖർ ക്ലാസുകൾ നിയന്ത്രിക്കും. കഥ, കവിത, നിരൂപണം, ലേഖനം തുടങ്ങിയ മേഖലകളിൽ അഭിരുചിയുള്ളവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. പോർച്ചുഗലുമായി വ്യാപാര വാണിജ്യ മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഖത്തർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പോർച്ചുഗലിൽ നിന്നുള്ള കോഴിയിറച്ചി ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഖത്തർ തീരുമാനിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ കോഴി ഇറക്കുമതി ചെയ്യുന്നത് പോർച്ചുഗലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഖത്തറിലെത്തിയ പോർച്ചുഗൽ ഉപപ്രധാനമന്ത്രി പൗളോ പോട്ടാസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഖത്തർ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ മഹ്മൂദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനമായത്. ദൈനംദിന ഇറച്ചി ഉപഭോഗം കൂടിവരുന്ന ഖത്തറിന് പോർച്ചുഗലിൽ നിന്നുള്ള കോഴിയിറച്ചി ഇറക്കുമതി വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ഖത്തറിൽ നിക്ഷേപം നടത്തുന്നതിന് ഉപപ്രധാനമന്ത്രി പോർച്ചുഗലിന് സഹായം വാഗ്ദാനം ചെയ്തു. പോർച്ചുഗലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോഴി ഹലാൽ രീതിയിൽ അറക്കപ്പെട്ടതാണെന്നും ഗുണമേന്മയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ചേംബർ പ്രതിനിധി പറഞ്ഞു. നിലവിൽ ബ്രസീൽ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് രാജ്യത്ത് കോഴിയിറച്ചി എത്തുന്നത്. ഖത്തറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇറച്ചി പര്യാപ്തമാവാത്ത സാഹചര്യത്തിലാണ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ഭക്ഷ്യവിഭവങ്ങൾ നിർമ്മിക്കുന്ന മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണമുണ്ടാകും. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. സയ്യിദ് അലി ഷാ ഗീലാനിയുമായി നരേന്ദ്രമോദിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് BJP രംഗത്ത്. കശ്മീർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് മോദിയുടെ പ്രതിനിധികൾ തന്നെ കണ്ടുവെന്ന് ഗീലാനി തന്നെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ആരോപണം തെറ്റാണെന്നും പ്രസ്താവന പിൻവലിച്ച് ഗീലാനി മാപ്പ് പറയണമെന്നും BJP വക്താവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാർച്ച് 22-ന് നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള 2 കാശ്മീരി പണ്ഡിറ്റ് സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടുവെന്നാണ് കാശ്മീരിലെ ഹുറിയത്ത് നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനി പറയുന്നത്. കാശ്മീർ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് സഹായിക്കണമെന്നും സഹായിക്കാൻ തയ്യാറാണെങ്കിൽ നരേന്ദ്രമോദിയുമായി നേരിട്ട് ബന്ധപ്പെടാമെന്നും ഇവർ അറിയിച്ചതായി ഗീലാനി പറഞ്ഞു. 22 मार्च को मेरे पास भी नरेंद्र मोदी की तरफ से 2 कश्मीरी पंडित भाई आ गए 22 अप्रैल को, तो वो 22 मार्च को ഇതിനെതിരെയാണ് ഇന്ന് BJP രംഗത്തെത്തിയത്. വാർത്ത വാസ്തവവിരുദ്ധമാണെന്നും ഗീലാനി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും BJP വക്താവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. The said claim is totally baseless, unfounded, mischievous, malicious and full of prejudice against the BJP. No representative of Shri Narendra Modi whatsoever has ever met Shri Gilani. കാശ്മീരിൽ നല്ല ഭരണവും വികസനവും യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകളുമാണ് ഉണ്ടാകേണ്ടത്. ഇതിനു പകരം യുവാക്കളെ വിഘടനവാദത്തിലേക്ക് നയിക്കാനാണ് ഗീലാനി അടക്കമുള്ള വിഘടനവാദി നേതാക്കൾ ശ്രമിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. കാശ്മീരിലുള്ള പ്രത്യേക സംസ്ഥാന പദവിയെ പോലും എതിർക്കുകയും സയ്യിദ് അലി ഷാ ഗീലാനി അടക്കമുള്ള നേതാക്കളെ വിഘടനവാദികളായി മുദ്രകുത്തുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. അതേ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾ ഗീലാനിയുമായി ചർച്ച നടത്തിയത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. മീഡിയ 1 ഡൽഹി. തെരഞ്ഞെടുപ്പ് രംഗത്ത് ശത്രുക്കളാണെങ്കിലും അഭിപ്രായ സർവേകളെ എതിർക്കുന്ന കാര്യത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനും BJPക്കും ഒരേ മനസ്സാണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് സർവേകൾ പറയുന്നതെങ്കിലും അത് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. കാരണം കോൺഗ്രസിന് പരമാവധി 3 സീറ്റുകളാണ് സർവേകൾ പറയുന്നത്. 2013 മികച്ച മലയാള ചിത്രമായി സുദേവൻ സംവിധാനം ചെയ്ത ക്രൈം നമ്പർ 89 തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള അവാർഡ് ഫഹദ് ഫാസിലും ലാലും പങ്കിട്ടു. ആൻ അഗസ്റ്റിനാണ് മികച്ച നടി. മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ സുരാജ് വെഞ്ഞാറമൂടിന് ഹാസ്യ നടനുള്ള അവാർഡാണ് ലഭിച്ചത്. 85 ചിത്രങ്ങളിൽ നിന്നാണ് തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ നേതൃത്വത്തിലുള്ള ജൂറി ചലച്ചിത്ര അവാർഡുകൾ തിരഞ്ഞെടുത്തത്.
നവാഗത സംവിധായകനായ സുദേവൻ്റെ CR89 മികച്ച ചിത്രത്തിനുള്ള അവാർഡ്. അനിൽ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത നോർത്ത് 24 കാതമാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. ആർട്ടിസ്റ്റിൻ്റെ സംവിധായകൻ ശ്യാമപ്രസാദാണ് മികച്ച സംവിധായകൻ. മികച്ച നടനുള്ള അവാർഡ് ആർട്ടിസ്റ്റ്, നോർത്ത് 24 കാതം എന്നീ സിനിമകളിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലും അയാൾ, സക്കറിയുടെ ഗർഭിണികൾ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ലാലും പങ്കിട്ടു. ആർട്ടിസ്റ്റിലെ അഭിനയത്തിന് ആൻ അഗസ്റ്റിൻ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ നടനായി അശോക് കുമാറിനെയും രണ്ടാമത്തെ നടിയായി ലെനയെയും തിരഞ്ഞെടുത്തു. അതേസമയം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച ഹാസ്യ നടനുള്ള അവാർഡാണ് ലഭിച്ചത്. ഒറീസ എന്ന ചിത്രത്തിൽ ജന്മാന്തരങ്ങളിൽ എന്ന ഗാനം ആലപിച്ച കാർത്തിക് മികച്ച പിന്നണി ഗായകനായപ്പോൾ നടനിൽ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന ഗാനത്തിന് വിജയലക്ഷ്മി മികച്ച ഗായികയുമായി. മികച്ച സംഗീത സംവിധായകനായി ഔസേപ്പച്ചനും പശ്ചാത്തല സംവിധായകനായി ബിജിപാലും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രഭാവർമ്മയും മധു വാസുദേവുമാണ് ഗാനരചയിതാക്കൾ. സനൂപ് സന്തോഷും ബേബി അനികയും മികച്ച ബാലതാരങ്ങളാണ്. തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ബോബിയും സഞ്ജയും നേടിയപ്പോൾ അനീഷ് അൻവർ മികച്ച തിരക്കഥാകൃത്തായി. സുജിത് വാസുദേവാണ് മികച്ച ഛായാഗ്രാഹകൻ. ചിത്ര സംയോജനത്തിന് K രാജഗോപാലും ചമയത്തിന് പട്ടണം റഷീദും വസ്ത്രാലങ്കാരത്തിന് സിജി തോമസ് നോവലും അവാർഡുകൾ നേടി. ബി ലെനിൻ, ഹരികുമാർ, ജലജ, VR ആനന്ദക്കുട്ടൻ, ആലപ്പി രംഗനാഥ്, സൂര്യകൃഷ്ണമൂർത്തി, S രാജേന്ദ്രൻ നായർ എന്നിവരായിരുന്നു മറ്റ് ജൂറി അംഗങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ചില വിവാദങ്ങൾക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം വഴിതെളിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ GP രാമചന്ദ്രൻ, സിനിമാ നിരൂപകൻ, ഡോക്ടർ ബിജു, സംവിധായകൻ, കന്യക ടാക്കീസിൻ്റെ സംവിധായകനും നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ച KR മനോജ് എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ബിജുവിലേക്ക്. ശ്രീ ബിജു, താങ്കൾ ഇന്ന് വളരെ രൂക്ഷമായ ഒരു വിമർശനമാണ് ഇന്നത്തെ അവാർഡ് ജൂറിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അവാർഡ് ജൂറിയിൽ കൊമേഡിയന്മാരുണ്ട്, സുരാജിനേക്കാൾ മികച്ച കൊമേഡിയന്മാരാണ് അവാർഡ് ജൂറിയിലുണ്ട് എന്നാണ് താങ്കളുടെ വിമർശനം. ജൂറിയുടെ തീരുമാനം പൊളിറ്റിക്കലാണ്, കൃത്യമായ ചില രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്നും താങ്കൾ വ്യക്തമാക്കുകയുണ്ടായി. എന്താണ് അത്തരമൊരു വിമർശനത്തിന് ആധാരം? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം? എപ്പോഴും ഒരു അവാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു ജൂറിക്ക് മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാനത് പൂർണ്ണമായിട്ടും നമ്മുടെ സിനിമയൊക്കെ സംബന്ധിച്ച് അംഗീകരിച്ചിട്ടുമുണ്ട്. അതിനെപ്പറ്റി ഒന്നും യാതൊരുവിധമായ നമുക്കൊരു എതിരഭിപ്രായങ്ങളുമില്ല ജൂറിയുടെ തീരുമാനങ്ങളിലൊന്നും. പക്ഷേ ചില കാര്യങ്ങളിൽ ചില അവസരങ്ങളും അവസരങ്ങളും ഉണ്ട്. ഇപ്പോൾ സുരാജിന് അവാർഡ്, ബെസ്റ്റ് നടനുള്ള അവാർഡ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അതൊരു ജൂറിയുടെ പൂർണ്ണമായ ഡിസ്ക്രിപ്ഷനാണ്. ദേശീയ അവാർഡ് കിട്ടിയെന്നുള്ളതുകൊണ്ട് സുരാജിന് അവാർഡ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ടും രണ്ട് ജൂറിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ജൂറിയുടെ മുമ്പാകെ സുരാജിനെക്കാട്ടിലും മെച്ചപ്പെട്ട പ്രകടനമാണ് മറ്റാർക്കെങ്കിലും എന്ന് തോന്നിയാൽ അവർക്ക് അവാർഡ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിനോടൊപ്പം സുരാജിന് ദേശീയ പുരസ്കാരം കിട്ടി രണ്ടാമത്തെ ദിവസം സുരാജിനെ പോലെ ഒരു നടന് ദേശീയ പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയ വിപ്ലവകരമായ ഒരു കാര്യമാണ്. അത് കിട്ടി രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ജൂറിയുടെ ഡിസ്ക്രിപ്ഷൻ. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു അവാർഡ് കൊടുക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര ജൂറി. അദ്ദേഹത്തിന് ബെസ്റ്റ് കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഡിയൻ അവാർഡ് വലിയ മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഒരു അനവസരത്തിൽ കൊടുത്ത അവാർഡാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കാതിരിക്കാമായിരുന്നു. ഈ അവാർഡ് അദ്ദേഹത്തിന് അത് കൊടുക്കാതിരിക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഔചിത്യബോധം ജൂറിക്ക് കാണിക്കാമായിരുന്നു. അടുത്ത വർഷം അദ്ദേഹത്തിന് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ എത്രയോ കോമഡി ആക്ടേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. നമ്മൾ ഈ അവാർഡ് നിർത്തലാക്കണം എന്ന് തന്നെ പറയുന്ന കൂട്ടത്തിലാണ്. ഈ കോമഡി അവാർഡ് എന്ന് പറയുന്നത് നിർത്തലാക്കണമെന്ന് പണ്ടേ പറയുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മളൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു അനവസരത്തിലുള്ള അനൗചിത്യപൂർണ്ണമായ ഒരു തീരുമാനം ജൂറി പറഞ്ഞിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ആണോ അല്ലാതെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെയായാലും അത് വന്നു പോയിട്ടിരിക്കുന്നത്. പക്ഷേ ബിജു, താങ്കൾ പറഞ്ഞത് ഇതിന് പിന്നിൽ, ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ, സുരാജിന് അവാർഡ് നിഷേധിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ അജണ്ടയുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായി. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് താങ്കളുടെ സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ. അവാർഡ് നിഷേധിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സുരാജിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ സുരാജിന് തൊട്ടടുത്ത ദിവസം മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം കിട്ടുന്നതിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാനിപ്പോഴും പറയുന്നു. അത് ജൂറിക്ക് മികച്ച നടൻ കൊടുക്കുകയോ ചെയ്യാമെന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഹാസ്യ നടനുള്ള പുരസ്കാരം തൊട്ടടുത്ത ദിവസം തന്നെ കൊടുക്കുമ്പോൾ അതിലൊരു ഔചിത്യബോധമില്ലായ്മയുണ്ട്. അത് ഇനി പിന്നീട് എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകൾ കൃത്യമായി ഉണ്ടാവും എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. തിരിച്ചു വരാം.
ശ്രീ ജി പി രാമചന്ദ്രൻ, ദേശീയ അവാർഡ് നേടിയ തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ തലത്തിൽ മികച്ച നടനായ ഒരാൾ കേരളത്തിൽ തൊട്ടടുത്ത ദിവസം വെറും ഹാസ്യ നടനായി മാറപ്പെടുന്നു. ഇത് ജൂറിയുടെ സ്വാഭാവികമായ വിലയിരുത്തലിന്റെ മാത്രം പ്രശ്നമാണോ, അതല്ല അവരുടെ മറ്റ് കാഴ്ചപ്പാടുകളുമായുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ജൂറി എന്നത് കേന്ദ്ര ജൂറിയുടെ കീഴ് ജീവനക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര അവാർഡ് വന്നു, അത് ഇവിടെ നേരത്തെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എന്നാണ് തോന്നുന്നത്. കാരണം സലീംകുമാറിൻ്റെ വർഷത്തിൽ സലീംകുമാറിന് അവിടെ കൊടുത്തത് കൊണ്ട് ഇവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാഹ്യ സമ്മർദ്ദത്തിന് ഇവിടെ വഴങ്ങിയില്ല എന്നത് കൊണ്ട് തന്നെ സത്യത്തിൽ സംസ്ഥാനത്തെ ജൂറി, ഞാൻ ആ ജൂറിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്താവായിട്ട് നിന്നിട്ട് പറയുകയില്ല. പക്ഷേ സംസ്ഥാന അവാർഡിൻ്റെ ജൂറി സ്വതന്ത്രമായും അതുപോലെ തന്നെ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു സുപ്രധാന തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചിത്രമായ, ഒരുപക്ഷെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ് CR നമ്പർ 89 സുദേവൻ്റെ. ആ ചിത്രത്തിന് ഏറ്റവും നല്ല ചിത്രമായി തിരഞ്ഞെടുത്തു എന്നത് തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ കന്യാ ടോക്കീസിന് കുറച്ചുകൂടി എൻ്റെ സുഹൃത്താണ് മനോജ്, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ആ പടത്തിന് കുറച്ചുകൂടി നല്ല അവാർഡ് കൊടുക്കേണ്ടമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. എങ്കിലും അത് നവാഗത സംവിധായകൻ എന്നുള്ള അവാർഡാണ് കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പിന്നെ വേറൊരു കാര്യം ബിജു പറഞ്ഞതിൽ കാര്യമുള്ളത്, ഈ ബെസ്റ്റ് കോമേഡിയൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഹാസ്യ നടൻ എന്ന അവാർഡ് തന്നെ സത്യത്തിൽ വളരെ അപമാനകരമാണ്. അപ്പോൾ അത് കാരണം നടന്മാർ, ഏറ്റവും നല്ല നടൻ നായകനായിരിക്കണം എന്ന ഒരു സൂപ്പർതാര സങ്കല്പമോ അല്ലെങ്കിൽ ഒരു ആധിപത്യ സങ്കല്പമോ അധികാര സങ്കല്പമോ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബെസ്റ്റ് കോമഡിയൻ, ബെസ്റ്റ് വില്ലൻ അവാർഡ് തമിഴ്നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബെസ്റ്റ് കർണാടക സംഗീത അവാർഡ്, ഇങ്ങനെയൊക്കെ കേരളത്തിലെ അവാർഡുകളുണ്ട്. അപ്പോൾ അത് അടിയന്തരമായി നിർത്തലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അത് ഇന്നല്ല എന്ന് സുരാജ് വെഞ്ഞാറമൂടിന് കൊടുത്താലും അത് ഒരു അപമാനം തന്നെയാണ്. ഇപ്പോഴല്ല എന്ന് കൊടുത്താലും. കാരണം ഏറ്റവും നല്ല ഹാസ്യ താരമായി അല്ലെങ്കിൽ ഹാസ്യ റോളുകളിൽ അഭിനയിക്കുന്ന ഒരാൾ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുള്ള ആളാണ്. അപ്പോൾ അത് അർഹത പരിഗണിക്കാതെ ഹാസ്യതാരമായി കൊടുത്തു. പിന്നെ ഇവിടെ നേരത്തെ ഇവർ തീരുമാനിച്ചത്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്കറിയില്ല, നേരത്തെ തീരുമാനിച്ചതല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഹാസ്യതാരമായി കൊടുത്തു എന്നാണ് ബിജു അങ്ങനെ ആരോപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായും ഇതൊരു വ്യക്തമായ അജണ്ട സുരാജിനോടോ ഡോക്ടർ ബിജുവിനോടോ എന്തോ ഒരു വ്യക്തമായ വിദ്വേഷമോ അജണ്ടയോ ഈ ജൂറിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലുള്ളതായിട്ട് ബിജു ആരോപിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വിവരാവകാശ നിയമപ്രകാരമോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, കാരണം കേരളത്തിലെ ജൂറി മാത്രമാണ്, കേന്ദ്രത്തിലെ ജൂറിയാണ്. അപ്പോൾ ആ രണ്ട് ജൂറിക്കും അത് സംസ്ഥാന അവാർഡ് കേന്ദ്ര അവാർഡിനോട് പരിഗണിക്കുമ്പോൾ ചെറിയ അവാർഡാണ് എന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിൽ പോലും, പക്ഷേ സംസ്ഥാന അവാർഡിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ചരിത്രപരമായ പ്രസക്തി പോലും സത്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ CR നമ്പർ 89 എന്ന ചിത്രത്തിന് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കൊടുത്തതോടുകൂടി കേരള സംസ്ഥാന അവാർഡിൻ്റെ തന്നെ ഒരു ചരിത്രപരമായ പ്രസക്തി ഈ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അത്ര കണ്ട് വസ്തുതാപരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, അത്രയും മറ്റ് അവാർഡുകളുടെ കാര്യത്തിലേക്ക് വരാം. സുരാജിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി, സുരാജ് ഈ അവാർഡ് പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിച്ചത് ഹാസ്യ നടനായി തന്നെ താൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, അത് വളരെ ഒരു വലിയ അംഗീകാരമായി തന്നെയാണ് താൻ കണക്കാക്കുന്നത് എന്നാണ്. പക്ഷേ ഇതേപോലെ ഹാസ്യ നടനായി കഴിവ് തെളിയിച്ചിരിക്കെ തന്നെ ദേശീയ അവാർഡ് ലഭിച്ച സലിംകുമാർ, അദ്ദേഹം പറഞ്ഞത് ഇനി സുരാജ് പലതും അനുഭവിക്കാനിരിക്കുകയാണ് എന്നാണ്. അതായത് സുരാജ് ദേശീയ നടനായി ഒരു സീരിയസ് റോളിലേക്ക് വരുന്നതോടുകൂടി അദ്ദേഹം ടൈപ്പ് ചെയ്യപ്പെടുകയാണ്. അത്തരം ടൈപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ തിക്ത അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് സലീംകുമാർ ഒരുപക്ഷെ സുരാജിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ശ്രീ ജി പി രാമചന്ദ്രൻ. ശരിയാണ്. കാരണം അത് സലീംകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം മലയാള സിനിമയിൽ കലാവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും സൗന്ദര്യവിരുദ്ധവും ചരിത്രവിരുദ്ധവുമായ കഥാപാത്രവൽക്കരണങ്ങളും അതുപോലെ തന്നെ ഇതിവൃത്തവൽക്കരണങ്ങളും അതിൻ്റെ നിർവഹണ രീതികൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരാൾ കോമഡിയനാണെങ്കിൽ പിന്നെ കോമഡിയനായി തന്നെ അഭിനയിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് കോമഡിയിലാണ് അയാൾക്ക് പൈസ കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി അവാർഡൊക്കെ കിട്ടുന്നതോട് കൂടിയിട്ട് പിന്നെ അയാളെ ഇതിലേക്ക് പരിഗണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കലാഭവൻ മണിയുടെ ഒപ്പം നടികൾ അവതരിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറയുക. ഇത് ജൂറിയും ഒരിക്കൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ജഗദീഷ് ശ്രീകുമാറിന് ഒരിക്കൽ ഏറ്റവും നല്ല നടനായിട്ടുള്ള അവാർഡോ മറ്റോ പരിഗണിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവാർഡ് നിഷേധിക്കുകയുണ്ടായി. അങ്ങനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ആ നിഷേധിച്ചത് പരസ്യമായി ജൂറി അംഗം പറയുകയും ഉണ്ടായി. അത് പിന്നീട് അതുകൊണ്ട് തന്നെ ജഗദീഷ് ശ്രീകുമാർ ഒരു കാലഘട്ടത്തിലും
അവാർഡുകൾ സ്വീകരിക്കുകയുണ്ടായില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ഒരു കാലഘട്ടത്തിലും ജഗദീഷ് ശ്രീകുമാർ സ്വീകരിച്ചിട്ടില്ല. അത് അദ്ദേഹം കത്ത് മുഖാന്തരം